വ്യാജ നിയമന ഉത്തരവ് നൽകി പണം തട്ടിപ്പ്. ക്രിസ്മസ് ദിനത്തിൽ കണിച്ചുകുളങ്ങരയിലെ BJP നേതാവിന്റെ വീടിനു മുന്നിൽ സമരവുമായി തട്ടിപ്പിന് ഇരയായ കുടുംബം. എൻ്റെ മോൾക്ക് ഈ ചെട്ടിച്ചിറക്കവലയിൽ ഇപ്പോൾ ഞങ്ങൾ ഈ വീടിൻ്റെ വാതിൽ കയറിയിരിക്കുന്ന വീടിൻ്റെ പടിഞ്ഞാറ് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ, അതായത് സംസ്ഥാന സമിതി അംഗമാണെന്നാണ് പറയുന്നത് പുള്ളി, BJPയുടെ. അദ്ദേഹം എൻ്റെ മോൾക്ക് ഒരു ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു. അതായത് ആര്യാട് ലൂതറൻ സ്കൂളിൽ ക്ലറിക്കൽ വേക്കൻസി വാങ്ങിച്ചു തരാമെന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോടും എൻ്റെ ഭാര്യയോടും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ അളിയന് വന്നൊരു ജോലിയാണ്. എന്നോട് പറഞ്ഞ അങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആങ്ങളാണ്, അദ്ദേഹത്തിന് വന്നൊരു ജോലിയാണ്, അത് നിങ്ങളുടെ മോൾക്ക് വേണമെങ്കിൽ ഞാൻ റെഡിയാക്കാം, പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് ബുക്ക് കണ്ടില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാനും ഉണ്ണിയായിട്ട് 15 വർഷത്തിന് മേളായിട്ടുണ്ട് ഈ പാർട്ടി പ്രവർത്തിക്കുന്നു, BJP എന്ന പ്രസ്ഥാനത്ത്. പക്ഷേ ഞാൻ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പരാതി കൊടുത്തിട്ട് ഒരുത്തരും ഒന്ന് ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല. അതെനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. അതുപോട്ടെ, ഈ ഉണ്ണി വന്ന് പറഞ്ഞു ഞാൻ ഇതുപോലെ സമ്മതിച്ചു, പൈസ അപ്പോൾ എന്നോട് ഒരു 5 ലക്ഷം രൂപ കൊടുത്താൽ മതി, നമ്മുടെ ഒരു സാറ എന്ന് പറയുന്നൊരു മാഡമാണ് അവിടുത്തെ ആളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളുടെ സ്വർണം കൊണ്ട് ചെന്ന്, എൻ്റെ മോളെ വെച്ചിട്ടുണ്ടെങ്കിൽ മങ്കൊമ്പിലാണ്, ഞാൻ അവിടെ നിന്ന് എൻ്റെ മോളുടെ സ്വർണം കൊണ്ട് ചെന്ന് പണയം വെച്ചു. മങ്കൊമ്പ് ശാഖയിൽ അവളുടെ ഭർത്താവ് വെച്ചിട്ട് എനിക്ക് 5 ലക്ഷം രൂപ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു. അവിടുന്ന് ഈ ഉണ്ണിയോട് ഞാൻ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പൈസ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ഉണ്ണിച്ചേട്ടൻ ചെയ്തോളാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പിന്നെ പൈസ റെഡിയാണല്ലോ. ഞാൻ പറഞ്ഞത് ഒരു കുറച്ച് പൈസ അഡ്വാൻസ് ചെയ്യണം, ബാക്കി പൈസ ജോലിക്ക് കയറിയിട്ട് തന്നാൽ മതി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വിശ്വസിച്ചു, കാര്യം എൻ്റെ ഒരു നേതാവല്ലേ, കാര്യം പോരായിട്ട് ഇത്രയൊക്കെ നല്ലൊരു പ്രവർത്തകൻ കൂടിയല്ലേ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മറ്റ് സൈഡുകളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പുള്ളിയെ പറയുന്നത് പലരും പല രീതിയിലാണ്, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ ജോലിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എന്നോട് പറഞ്ഞു, ഞാൻ നാളെ ഒരു വാട്സപ്പിൽ അക്കൗണ്ട് നമ്പർ ഇടും, അതിലേക്ക് 2,15,000 രൂപ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്, ഞാൻ ചില ഓട്ടം പോയാൽ കുഴപ്പത്തില്ല. ചേട്ടൻ എൻ്റെ ഭാര്യയുടെ നമ്പർ കൊടുത്തു, അവളെ വിളിച്ചു. ഉണ്ണി വീട്ടിൽ വന്നു, മാരാരിക്കുളത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അരി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ വന്നാൽ 2 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ശരി, ഈ അക്കൗണ്ട് നമ്പറിലേക്ക് ഈ 2,15,000 രൂപ ഇടണം, ബാക്കി പൈസ നിങ്ങൾ ജോലിക്ക് കയറിയിട്ട് 2,85 കൂടി തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞു അവന് പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. വ്യാജ നിയമന ഉത്തരവ് നൽകി പണം തട്ടിയ സംഭവത്തിൽ BJP സംസ്ഥാന നേതാവിന്റെ വീടിന് മുന്നിൽ വീണ്ടും സത്യഗ്രഹ സമരമിരിക്കാൻ ഓട്ടോ ഡ്രൈവറും കുടുംബവും എത്തി. ക്രിസ്മസ് ദിനത്തിലാണ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൽ 11-ാം വാർഡ് ലക്ഷ്മി നിവാസിൽ VN ഹരിദാസും ഭാര്യ പ്രീന ഹരിദാസും ചെറുമകൾ യാമികയും സത്യാഗ്രഹം ഇരുന്നത്. 2024 തിരുവോണ ദിവസവും സത്യാഗ്രഹം നടത്തിയിരുന്നു. ഹരിദാസിന്റെ മകൾ ശ്രീലക്ഷ്മിക്ക് സൗത്ത് ആര്യാട് ലൂതറൻ സ്കൂളിൽ ക്ലർക്കായി നിയമനം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് 2,15,000 രൂപ വാങ്ങിയത്. ജോലിയിൽ പ്രവേശിക്കാൻ മകളുമായി സ്കൂളിൽ എത്തിയപ്പോഴാണ് ഉത്തരവ് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടത്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ 2,15,000 രൂപയുടെ ചെക്ക് നൽകി. എന്നാൽ തിരുത്തിയ ചെക്കായതിനാൽ ബാങ്കിൽ നിന്ന് പണവും ലഭിച്ചില്ല. ഇത്തരത്തിൽ നിരവധി പേർ BJP നേതാവിന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് ഹരിദാസൻ പറയുന്നത്. മാരാരിക്കുളം ബറോഡ ബാങ്ക് ശാഖയിൽ നിന്നും ഈ ഉണ്ണി പറഞ്ഞ ഒരു സ്ത്രീയൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്, ഇന്ദു എന്ന് പറയുന്ന ഒരു സാറായുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഉണ്ണി തന്ന നമ്പർ എന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു, ഇപ്പോൾ ഞാൻ തിരക്കിയപ്പോഴാണ് അറിയുന്നത്. ആ അക്കൗണ്ടിലേക്ക് ഈ 2,15,000 രൂപ ഇടുകയും ചെയ്തു. അപ്പോൾ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഈ 2,15ൻ്റെ കണക്ക് എന്താണെന്ന് അറിയാൻ ഉണ്ണിയെ വിളിച്ചു. പറഞ്ഞു 2 ലക്ഷം രൂപ ട്രസ്റ്റിലേക്കും 15,000 രൂപ അനാപത്ത് ചെലവുകൾക്കുമാണെന്ന് പുള്ളി പറഞ്ഞു. ഞാൻ അതും വിശ്വസിച്ചു. അതിനുശേഷം പുള്ളി ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൊണ്ടെത്തുന്നു, വ്യാജമായത്. അറിയാവോ, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, വ്യാജമായ അപ്പോയിൻമെൻ്റ് ഓർഡർ, സർക്കാർ മുദ്രയോട് കൂടിയ. അതാണ് സത്യസന്ധമായ കാര്യം, അറിയാവോ. ആ അപ്പോയിൻമെൻ്റ് ഓർഡറും കൊണ്ട് ഞാൻ ലൂതറൻ സ്കൂൾ ആര്യാട് ചെന്നപ്പോൾ ആ HM എന്നെ ഒന്നും പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അച്ഛനും മോളും ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതെ. ഇവിടെ ഇങ്ങനെ ഒരു നിയമനമില്ല, ഈ നിയമന രീതി ഇതല്ല, ഇതിൻ്റെ വ്യാജമായ ആരോ നിങ്ങളെ കുഴപ്പത്തിലാക്കിയതാണ്, നിങ്ങൾ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത കാശ് മേടിക്കാനാണ് അവിടുത്തെ HM പറഞ്ഞത്. ഞാൻ അതിനുശേഷം ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നു, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഈ വീട്ടിൽ വന്നു പലവട്ടം. ഞാൻ പറഞ്ഞു ഉണ്ണിച്ചേട്ടാ, ജോലി ചേട്ടൻ തന്ന അപ്പോയിൻമെൻ്റ് ഓർഡർ വ്യാജമാണ്, ചേട്ടൻ എനിക്ക് തന്ന പൈസ തിരിച്ചു തരണം. അത് നിങ്ങൾ ചെന്നുകൊണ്ടാണ് ജോലിയില്ലാത്ത, ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാവും, ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മൾ ശരി, എത്ര 2 ആഴ്ച നിൽക്കാൻ പറഞ്ഞു. 2 ആഴ്ച നിന്ന് 2 മാസം നിന്ന് ഇപ്പോൾ 3 വർഷമായി, ജോലിയില്ല, കാശുമില്ല. ഇതാണ് ഇതിൻ്റെ സത്യസന്ധമായ കാര്യം, മനസ്സിലായി. എന്നിട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങൾക്കറിയില്ലല്ലോ. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു സാറാ എന്ന മാഡം ഇന്ന് ലീവാണ്, അതുകൊണ്ട് നിങ്ങളൊരു PA വരും, അവൻ്റെ കൊടുക്കാൻ പറഞ്ഞു ഈ ഫയലുകളെല്ലാം. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ ഒറിജിനൽ പേപ്പറെല്ലാം അങ്ങോട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, അത് പോവുകയല്ല. ഇല്ല, ഞാനല്ലേ പറയണം, നിങ്ങൾ കൊടുത്തോളാൻ പറഞ്ഞു. ഒരു പയ്യൻ വന്നു, അവൻ്റെ പേരെന്താണ് പറയുന്നത്, നവീൻ എന്ന് പറയുന്ന ഒരു പയ്യൻ, ഈ സാറായുടെ PA ആണെന്നും പറഞ്ഞ് 2 വീലറെ വന്നു ഇവർ നിൽക്കുന്നിടത്ത്. സാറാ മാഡത്തെ കാണാൻ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ സാറാ മാഡാണെന്ന് തോന്നുന്നു, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കണമെന്ന് പറഞ്ഞു.
ആ ശരി ഒരു കാര്യം ചെയ്യുക, ആ പേപ്പറെല്ലാം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ പേപ്പർ നിങ്ങളുടെ തന്നു വിട്ടാൽ ഒറിജിനൽ ബുക്കുകളാണ്, ഇത് വിട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അത് കുഴപ്പമില്ല, ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു കൈകാര്യം, ഉണ്ണിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. എല്ലാം ഓരോ ഫയലുകളും അവൾ എടുത്ത് ഓരോ പേപ്പറുകളും കൊടുത്ത് അവനെ വിട്ടു. പിറ്റേ ദിവസം അവിടെ ചെന്ന് മേടിച്ചോളാൻ പറഞ്ഞു.